സർ, നമ്മൾ ഈ രണ്ട് ഫ്ലോറിലെ, അതായത് 3 ഫ്ലോറിലെ 2 ഫ്ലോറാണ് അടച്ചിരുന്നത്. അത് എന്തുകൊണ്ടായിരുന്നു അങ്ങനെ 2 ഫ്ലോർ? ഞാനത് പൂർണ്ണമായിട്ട് വിശദീകരിക്കാം ആദ്യമായിട്ട്. അതായത് 2013 തന്നെ പല ഭാഗങ്ങളിൽ ഇടിഞ്ഞു വീഴുന്നു എന്നുള്ളൊരു കംപ്ലൈൻറ്റുകളൊക്കെയുള്ള ഇത് വെച്ചിട്ട് PWD വഴി അതിനെക്കുറിച്ച് പല സ്റ്റഡികൾ നടത്തിയുണ്ടായി. അപ്പോൾ അതിനുശേഷം 2016 വീണ്ടും ഇതിന് പ്രോബ്ലം ഉണ്ടെന്നുള്ള ലെറ്റർ വന്നപ്പോൾ 2016 ഞാനന്ന് സൂപ്രണ്ടായിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ അന്ന് ബഹുമാനപ്പെട്ട അന്നത്തെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അന്ന് വാസവൻ സാറും ഞങ്ങൾ അവിടെ തന്നെ മിനിസ്റ്ററുടെ ചേംബറിലൊരു വിശദമായ മീറ്റിംഗ് നടത്തിയുണ്ടായി. അപ്പോൾ അതനുസരിച്ച് PWD അത് വിശദമായിട്ട് പഠിക്കാൻ ആവശ്യപ്പെടുകയും അവർ പിന്നീട് അത് പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് രണ്ടാമത് അത് ഉപയോഗയോഗ്യമാക്കാൻ പറ്റുമോ അതോ ഇടിച്ചു കളയേണ്ടതാണോ എന്ന് വിശദമായ പഠനം ആവശ്യമാണെന്ന് പറഞ്ഞു. അതനുസരിച്ച് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് കഴിഞ്ഞ് ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെ 2 വിഭാഗക്കാരുടെ പഠനം കഴിഞ്ഞപ്പോഴും ഒരു കൃത്യമായ ഒരു നിർദ്ദേശം അതിൽ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കഴിഞ്ഞ വർഷമാണ് ഒരു സ്ട്രക്ചറൽ ലാബിന് ഇതിനുവേണ്ടി സെപ്പറേറ്റുള്ള ആൾക്കാരെ ഏൽപ്പിക്കുകയും അവർ വിശദമായി പഠനം നടത്തി കഴിഞ്ഞ് 2024 അവസാനത്തോടു കൂടിയാണ് നമുക്ക് അതിൻ്റെ റിപ്പോർട്ട് കിട്ടുന്നത്. ആ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ആ എൻറ്റയർ ബ്ലോക്ക്, EFG ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 11-ാം വാർഡ്, 12-ാം വാർഡ്, 13, 14, 15 ഇങ്ങനെയുള്ള വാർഡുകളും തിയേറ്റർ ഉൾപ്പെട്ട ഈ വാർഡ് അത് നമുക്ക് ഇനി തിരിച്ച് റിട്രോഫിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല, അത് പൊളിച്ചു കളയുന്നത് തന്നെയാണ് അഭികാമ്യം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ PWD ആയിട്ട് നമ്മൾ സൈറ്റ് വിസിറ്റ് നടത്തുകയും അതിനുള്ള മീറ്റിംഗ് നടത്തുകയും ഒക്കെ ചെയ്ത് അത് മുന്നോട്ട് പോകാനുള്ള തീരുമാനവുമായിട്ട് നീങ്ങുകയായിരുന്നു. അതോടൊപ്പം ഈ 2016 ഈ പ്രശ്നം ചൂണ്ടിക്കാണിച്ചപ്പോൾ അന്ന് കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ വന്നപ്പോൾ 2018 നമുക്ക് 536 കോടി രൂപ ആ ബിൽഡിംഗ് മാറ്റുവാൻ വേണ്ടിയിട്ട്, ഈ സർജിക്കൽ ബ്ലോക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അംഗീകാരം കിട്ടുകയും അത് അന്ന് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയാലും പ്രളയം, കോവിഡ് മുതലായ കാര്യങ്ങൾ കൊണ്ട് കുറച്ച് താമസം വന്ന് 2021 അവസാനത്തോടു കൂടിയാണ് ഇതിൻ്റെ പണി തുടങ്ങുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഓരോ പ്രാവശ്യവും നമ്മളിത് ഫോളോ അപ്പ് ചെയ്ത് മാറ്റാനുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ 30/5 ബഹുമാനപ്പെട്ട 2 മിനിസ്റ്റർമാരുണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യത്തിൽ ഈ അടുത്ത ജൂലൈ 30 മുമ്പ് മാറ്റാനായിട്ട് ടൈം ലൈൻ വെച്ച് നമ്മൾ ഇത് മാറ്റാനുള്ള പ്രവർത്തനങ്ങളുമായിട്ടെല്ലാം മുമ്പോട്ട് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഒരു ടോയ്ലറ്റ് കോംപ്ലക്സിനല്ല, എൻ്റയർ ബിൽഡിങ്ങിന് പ്രോബ്ലം ഉള്ളതായിട്ട് കാലങ്ങളായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും അടച്ചിട്ട് നമുക്ക് അത് കംപ്ലീറ്റ് ഒരു സർവീസ് സ്റ്റോപ്പ് ചെയ്യുന്ന, അതായത് ഇവിടുത്തെ ഓർത്തോ, സർജറി, റേഡിയോ ഡയഗ്നോസിസ് വിഭാഗങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഇത് 100% അടച്ചിട്ട് ഇവിടുത്തെ എല്ലാ സർവീസുകളും സ്റ്റോപ്പ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ, അതായത് നിങ്ങൾക്കെല്ലാം അറിയാം, ആയിരക്കണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന സ്ഥാപനമാണ്. അപ്പോൾ അതിൽ ഏറ്റവും പറ്റുന്ന രീതിയിൽ അറ്റകുറ്റപ്പറ്റ പണികൾ നടത്തി നമ്മളിവിടെ ഒരു സേഫ്റ്റി കമ്മിറ്റിയൊക്കെ വെച്ച് അവരുടെ ഒക്കെ ഇടയ്ക്കുള്ള മേൽനോട്ടത്തോടു കൂടി ഇത് കഴിയുന്നതും മുന്നോട്ട് പ്രവർത്തിപ്പിച്ച് ഇതായാൽ എത്രയും വേഗം ഇങ്ങോട്ട് മാറ്റാനുള്ള ശ്രമങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുകയായിരുന്നു. 12 വർഷത്തോളം ഇങ്ങനെ നീണ്ടുപോവുകയാണ്. അപ്പോൾ അത് ശരിക്കും ഒരു അനാസ്ഥയല്ലേ? അത് എനിക്കതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡെവലപ്പിംഗ് കൺട്രിയുടെ ഒരു സാധാരണ ഗവൺമെൻറ് കീഴിൽ വർക്ക് ചെയ്യുന്നവരാണ് എല്ലാവരും. അപ്പോൾ അതിനുള്ള ഫണ്ട് അലോട്ട്മെൻറ്റുകൾ നമുക്കെല്ലാം അറിയാം. ഈ ഒരു ബിൽഡിംഗ് 8ഓളം നിലകളുള്ള ഇത്രയും വലിയൊരു ബൃഹത്തായ ബിൽഡിംഗ് പണി തീർക്കണമെങ്കിൽ അതിന് സാധാരണമായിട്ട് ഒത്തിരി സമയം എടുക്കുന്നതാണ്. അത് 2001 തന്നെ 2002 അവസാനം 2 പണി തുടങ്ങി 3 വർഷം കൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് പണി തീർത്തെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. സർവീസ് അവസാനിപ്പിച്ചിട്ട് ഇങ്ങനെ ഷിഫ്റ്റിംഗ് സാധ്യമല്ലായിരുന്നു അല്ലേ? അതായത് ഇപ്പോൾ നമുക്ക് 2013 അല്ലെങ്കിൽ 2016 ഞാൻ വരുമ്പം തൊട്ടോ ആ ബിൽഡിങ്ങിന് ബലക്ഷയമാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ വേറൊരു ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റ്സേ ഇല്ലാതെ ഇത് 100% അടച്ചിടുക എന്നുള്ളത് സാധ്യതയില്ലായിരുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു PWD AXC അല്ലെങ്കിൽ AE ലെവലുള്ള ഒരു കത്താണ് ആദ്യം കിട്ടിയത്. അപ്പോൾ ഇത്രയും വലിയ ബൃഹത്തായ ഒരു സാമ്പത്തിക ബാധ്യതയുള്ള ഒരെണ്ണത്തിലേക്ക് മാറുമ്പോൾ അതിനു മുമ്പ് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തേണ്ടതും ആവശ്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം 2 ഏജൻസികൾ വഴി നടത്തി. അതിൽ 2ലും ഒരു 100% ഉറപ്പായിട്ടുള്ള, അതായത് 2 പോസിബിലിറ്റീസാണുള്ളത് ഇങ്ങനത്തെ ഒരു ബിൽഡിങ്ങിൽ. ഒന്ന്, ഇത് ഇടിച്ചു മാറ്റുക. അതല്ല എങ്കിൽ അതിൽ സ്ട്രെങ്തൻ ചെയ്ത് രണ്ടാമത് യൂസ് ചെയ്യുക. അപ്പോൾ സ്ട്രെങ്തൻ ചെയ്ത് രണ്ടാമത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മേ ബി ഒരു 15-20 കോടി രൂപയ്ക്ക് ആ എൻ്റയർ ബിൽഡിംഗ് അത്ര ഏരിയ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അടുത്ത് 25 വർഷത്തേക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ വിശദമായ ഒരു പഠനം ആവശ്യമാണെന്നും അത് 2 ലെവലിലുള്ള
പഠനത്തിലും കൃത്യമായ ഒരു ആൻസർ കിട്ടാത്തതുകൊണ്ട് വളരെ വിശദമായ ഒരു പഠനത്തിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെയാണ് നമ്മൾ അതിലേക്ക് എത്തിയത്. പക്ഷേ പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുന്ന ബിൽഡിംഗ് തന്നെയായിരുന്നില്ല ഇന്ന് പോളിംഗ്. അല്ല, ഈ ബിൽഡിംഗ് റിട്രോ ഫിക്സിംഗ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം നോക്കിയായിരുന്നു. അതായത് PWDയുടെയും ഈ പഠനങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ ഈ ബിൽഡിങ്ങിനെ റിട്രോ ഫിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ അത്രയും വലിയൊരു ബിൽഡിംഗ് ആണ്, ഇത്രയും കാലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഇതും കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഇല്ല, ഇതിന്റെ പണി കംപ്ലീറ്റ് ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. ചെറിയ ഓപ്പറേഷൻ തിയേറ്ററുകളുടെ പണി നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററുകളുടെ പണി നടക്കുന്നേ ഉള്ളൂ. അതുകൂടെ ആയാൽ ഇത് ഇവിടെ നിങ്ങൾക്കറിയാം, ഇവിടെ നമ്മൾ സർജിക്കൽ വാർഡുകളാണ്, ഓർത്തോ വാർഡുകളാണ്. അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററുകളുടെ പണി കൂടെ ആകാതെ നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് അത്യാഹിത വിഭാഗത്തിൽ നിന്നുള്ള രോഗികൾ, അല്ലെങ്കിൽ OP എന്നുള്ള രോഗികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ആ ബിൽഡിംഗ് ഡിമോളിഷ് ചെയ്യുന്ന സമയത്ത് അതിലെ ട്രാൻസ്പോർട്ടേഷൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു കൺസിഡറേഷൻ കൊണ്ടാണ് തിയേറ്റർ കൂടെ പൂർത്തിയായിട്ട് നമുക്ക് മാറ്റാം എന്നുള്ള ഇതിലേക്ക് വന്നത്. എക്യുപ്മെന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 100% സപ്ലൈ ആയില്ല എങ്കിലും കോട്ടുകളും ബെഡുകളും എല്ലാം തന്നെ അതായത് നമ്മൾ ഏതാണ്ട് 257 ഐറ്റംസിന് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിൽ 120ഓളം ഐറ്റംസ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളതും വരുന്ന ഭാഗത്തിലാണ്. അല്ല, ഓപ്പറേഷൻ മോഡുലാർ ഓപ്പറേഷൻ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി പറയുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ആ ബിൽഡിംഗിന്റെ അടിയിൽ ആരും പെട്ടിട്ടില്ല, ഒരു തരത്തിലുള്ള കാഷ്വാലിറ്റീസും ഇല്ല എന്ന തരത്തിൽ മന്ത്രിക്കടക്കം അതായിരുന്നു ആദ്യ ഇൻഫർമേഷൻ. അതുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനം ഇത്ര വൈകിയതെന്നും ഒരാളുടെ മരണത്തിനിടയാക്കിയതെന്നും പറയുന്നു. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, ഞാനാണ് അവിടെ ആദ്യം എത്തുന്ന വാസൻ സാറുമായിട്ട്. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ നമുക്കറിയാം അവിടുത്തെ ആ ഒരു വലിയ ബഹളം, നമ്മൾ ഓടി അവിടെ വരുന്നേ ഉള്ളൂ, എല്ലാവരും ആൻഷ്യസ് ആണ്. ആ ഒരു സാഹചര്യത്തിൽ അവിടെ കൂടി നിന്നവരോട് നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞപ്പം ആരും അടിയിൽ പെട്ടിട്ടില്ല. ഒരാളുണ്ടോ എന്ന ഒരു സംശയം പറയുന്നു. അതോടൊപ്പം ഫയർഫോഴ്സുകാരുണ്ടായിരുന്നു, പോലീസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ചോദിക്കുന്ന എല്ലാവരും അതിനു മുമ്പ് തന്നെ നമ്മളുടെ ഇവിടുത്തെ ഡോക്ടേഴ്സ് ഇൻക്ലൂഡിങ് നമ്മുടെ ARM ഉൾപ്പെടെ മറ്റേ സൈഡിലുള്ള പൂട്ടിയിട്ടിരുന്ന ഡോറുകൾ പൊളിച്ച് ഇതിൻ്റെ അകത്ത് കയറി നോക്കിയിരുന്നു. അപ്പോൾ അവരെല്ലാവരുടെയും അഭിപ്രായത്തിൽ അകത്താരും ഉള്ളതായിട്ട് കാണുന്നില്ല. അതിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ എന്തെങ്കിലും കാരണവശാലും കയറിയാലും ആൾ വരാൻ സാധ്യതയുള്ളൂ. അങ്ങനെയാണ് സ്ലിപ്പ് ചെയ്ത് പുറത്തേക്കേ പോരുള്ളൂ. സാധ്യതകൾ തീരെ ഇല്ല എന്നുള്ളത് പറഞ്ഞതുകൊണ്ടാണ് ഞാനാണ് പറഞ്ഞത് ആരും കാണാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഒരു കുട്ടിയുടെ അമ്മയെ മിസ് ചെയ്യുന്നു എന്നുള്ള ഒരു സംശയം വന്നു. അത് നമ്മൾ പെട്ടെന്ന് അന്വേഷിച്ചപ്പോൾ തന്നെ അത് കാഷ്വാലിറ്റിയിൽ അമ്മയെ കണ്ടെത്തി എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ആ ഒരു ഇൻഫർമേഷൻ സൂപ്രണ്ട് എന്നുള്ള നിലയിൽ ഞാൻ മിനിസ്റ്റർക്ക് കൈമാറിയതും മിനിസ്റ്റർ അത് പറഞ്ഞത്. മിസ്സിംഗ് ആയത് അറിയാൻ താമസം. ഈ റബിൾസിന്റെ എല്ലാം ഏറ്റവും അടിയിലാണ്. അപ്പോൾ ഈ അടിയിലത്തെ 2 നില പൂട്ടിയിട്ടിരിക്കുന്ന സ്ഥിതിക്ക് നമ്മൾ അതിന്റെ അടിയിലാരും പെട്ടുപോകുന്ന ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ഇതിൽ ഞാൻ ടൈം ലൈൻസ് എഴുതിയിട്ടുണ്ട്. ഏതാണ്ട് 10:50 ഈവന്റ് സംഭവിച്ചത്. 10:51 തന്നെ പോലീസിനെയും 10:55 തന്നെ ഫയർഫോഴ്സിനെ അറിയിച്ചു. 11:03 ഫയർഫോഴ്സ് വന്നു. അതിൽ എനിക്ക് ഏറ്റവും സന്തോഷം അല്ലെങ്കിൽ അതിലേറ്റവും സമാധാനമുള്ള ഒരു കാര്യം 15 മിനിറ്റ് കൊണ്ട്, അതായത് 11:05 ഫയർഫോഴ്സ് തകത്തെത്തുന്ന സമയം കൊണ്ട് തന്നെ ഈ 3 വാർഡുകളിലെയും കംപ്ലീറ്റ് ആൾക്കാരെയും നമ്മുടെ സ്റ്റാഫും ആൾക്കാരും എല്ലാം ചേർന്ന് ഇവാക്യുവേറ്റ് ചെയ്തിരുന്നു. അത് എൻ്റെയോ അല്ലെങ്കിൽ വേറെ ആരുടെയോ അല്ല, ഇവിടെ ഉണ്ടായിരുന്ന ഓരോ സ്റ്റാഫിൻ്റെയും ഓരോ നാട്ടുകാരുടെയും ഓരോ വോളണ്ടിയേഴ്സിൻ്റെയും ക്രെഡിറ്റാണ്. അവരെല്ലാവരും കൈമയും മറന്നു. ഇവിടുത്തെ ഓർത്തോ PGs ഒക്കെ ബെഡിൽ ഒറ്റയ്ക്ക് പേഷ്യന്റിനെ പൊക്കിയെടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചകൾ കാണാമായിരുന്നു. മാറ്റിപ്പാർപ്പിച്ച അവർക്ക് പിന്നീട് ഈ ഡിസ്ചാർജ് നൽകി വിടാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പ്രതികരണങ്ങൾ രോഗികളുടെ ഭാഗത്ത് തന്നെ വന്നിരുന്നു. അത് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്ഥലത്ത് വളരെ ക്ലിയർ ആയിട്ട് അപ്ലൈ തീരുമാനിച്ചിരുന്നു, ആരെയും ഡിസ്ചാർജ് ചെയ്ത് വിടില്ല എന്ന്. നമ്മളുടെ ഡയറക്ഷൻ ഇതായിരുന്നു. ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകാൻ ഓൾറെഡി പ്ലാൻഡ് ആൾക്കാർ കാണും. അവരെ ഒത്തിരി സാധാരണ പോലെ വൈകിട്ട് വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെയല്ല എന്നുള്ള പ്രതികരണം വന്നു. ഇപ്പോൾ ലക്ഷദ്വീപിൽ നിന്ന് ഉൾപ്പെടെ ആൾക്കാർ വന്നിട്ട് അവർ ശസ്ത്രക്രിയ അടുത്ത ദിവസം നടക്കേണ്ടതാണ്, അവരോട് പോലും ഇന്ന് പറഞ്ഞു. അല്ല, എന്തെങ്കിലും നിർബന്ധപൂർവ്വമുള്ള അങ്ങനെ ഒരു ഡിസ്ചാർജ് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ടേക്കപ്പ് ചെയ്യുന്നതായിരിക്കും. എന്ന് തന്നെയല്ല, അങ്ങനെ ഏതെങ്കിലും രോഗികളുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ കൺട്രോൾ റൂമിലും പറഞ്ഞിട്ടുണ്ട്, PROകളും അതിന് ടേക്കപ്പ് ചെയ്യും. അതായത് അവരെ ചികിത്സിക്കുന്ന ഡോക്ടർമാര് ഡിസ്ചാർജ് വാങ്ങിയപ്പോൾ ഇവിടെ ഓപ്പറേഷൻ ഇല്ല എന്ന രീതിയിൽ സംസാരിച്ചു എന്നാണ് രോഗികൾ നമ്മളോട് പ്രതികരിച്ചത്. അതാണ് നമ്മൾ അഡ്രസ്. അല്ല, ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതൊരു ഡിസാസ്റ്ററാണ്, ഒരു മേജർ ഇഷ്യൂ ആയിരുന്നു. ആ ഒരു മേജർ ഇഷ്യൂ വന്ന സമയത്ത് ഇപ്പം നമുക്ക് ഈച്ച് ആൻഡ് എവറി പേഴ്സണുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും.
അപ്പോൾ എന്താണ്, ഫയർഫോഴ്സ് വരുന്നു, ഈ ബിൽഡിംഗ് ഇവാക്യുവേറ്റ് ചെയ്യണമെന്ന് പറയുന്നു. അതിൻ്റെ മുകളിലത്തെ നിലയിലാണ് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാച്ചുറലി അതത് യൂണിറ്റിലെ ഡോക്ടർമാർ അപ്പോൾ ഒരു ഡിസിഷൻ എടുത്ത്, കാരണം ഈ പേഷ്യൻസ് വീട്ടിൽ പോയാലും കുഴപ്പമില്ല, സ്റ്റേബിൾ പേഷ്യൻസ് ആണ്, ഇവർ ഈ കമോഷൻ്റെ ഇടയ്ക്ക് ഇവിടെ നിൽക്കേണ്ട, വേഗം പോയിട്ട് വരുന്നെങ്കിൽ എന്നുള്ള രീതിയിലായിരിക്കണം അവർ പറഞ്ഞത്. അല്ലാതെ ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ ഉദ്ദേശം സേഫ്റ്റി മാത്രമാണ്. മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? സ്മൂത്തായിട്ട് പോകുന്നുണ്ട്? ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ചികിത്സകൾ ഇവിടെ നിൽക്കാൻ അത്യാഹിത വിഭാഗം, മെഡിസിൻ അങ്ങനെയുള്ളതിലൊന്നും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഈ ഒരു മണിക്കൂറിന് മുമ്പ് തന്നെ ആ എൻ്റയർ ബിൽഡിങ്ങിലുള്ള, അതായത് എനിക്ക് തോന്നുന്നു ഇനി 10 പേഷ്യൻറ്റിനെയും കൂടെ മാറ്റാനുള്ളൂ. ഇപ്പോൾ അത് മാറ്റി കാണും. എൻ്റയർ ബിൽഡിങ്ങിലുള്ള എല്ലാ പേഷ്യൻറ്റിനെയും നമ്മൾ ഓൾറെഡി ഈ ബിൽഡിങ്ങിലേക്ക് മാറ്റി കഴിഞ്ഞിരിക്കുന്നു. അത് ആരോഗ്യ വകുപ്പിൽ നിന്നും കോവിഡിന് വേണ്ടി വാങ്ങിച്ചു വെച്ച പല സാധനങ്ങളും പെട്ടെന്ന് മൊബിലൈസ് ചെയ്തു. ഇവിടെയുള്ള വാർഡുകളിൽ നിന്നുള്ള സാധനങ്ങൾ മൊബിലൈസ് ചെയ്തു. ആൾക്കാരെല്ലാം കൂടിയിട്ട് മാറ്റി കഴിഞ്ഞിരിക്കുന്നു. ഇനി ആ ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്ന റേഡിയോ ഡയഗ്നോസിസ് വിഭാഗമാണ്. അത് രാത്രി തന്നെ മാറ്റുന്നതാണ്. അവിടെ അവിടെ നടത്തേണ്ട ഓപ്പറേഷൻ, അപ്പോൾ ആ ബിൽഡിംഗ് പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അവിടെ നടക്കുന്ന അതിൽ നമ്മളിപ്പോൾ 4 ഓപ്പറേഷൻ തിയേറ്ററുകൾ, നമ്മളുടെ പഴയ കാഷ്വാലിറ്റി തിയേറ്റർ ഉണ്ടായിരുന്നു. ആ പഴയ കാഷ്വാലിറ്റി തിയേറ്ററിൻ്റെ റിനോവേഷൻ ഒരു ഏകദേശം 1-2 മാസം മുമ്പാണ് തീർന്നത്. അതിന് എക്യുപ്മെൻറ്റുകൾ വരുമ്പോൾ പഴയ എക്യുപ്മെൻറ്റുകൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ കോസ്മെറ്റിക് ക്ലിനിക്ക് പോലുള്ള ഉപയോഗിക്കാനായിട്ട് അത് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ആ 4 തിയേറ്ററുകൾ ഫ്രീ ആണ്. ഓൾറെഡി ആ 4 തിയേറ്ററുകളിലേക്കും എല്ലാ എക്യുപ്മെൻറ്റും മാറ്റിയിട്ട് നമ്മളുടെ സ്റ്റാഫ് അത് ഫിമിഗേറ്റ് ചെയ്ത് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ നാളെ ഒരു ദിവസം, അതായത് ഫിമിഗേറ്റ് ചെയ്ത് അതിൻ്റെ കൾച്ചർ കിട്ടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ മേ ബി ഡേ ആഫ്റ്റർ ടുമാറോ തന്നെ ഈ 4 തിയേറ്ററുകളിലും നമ്മളുടെ പ്ലാൻ 2 ഷിഫ്റ്റായിട്ട്, ഇപ്പോൾ 8 തിയേറ്ററാണ് നമുക്കുള്ളത്, ഉച്ചവരെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ 4 തിയേറ്ററുകളിൽ 2 ഷിഫ്റ്റായിട്ട് മാക്സിമം കേസുകൾ ചെയ്യാനാണ്. അതിന് രാവിലെ തന്നെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അതിന് CCM വിളിച്ചിട്ടുണ്ട്. എല്ലാ വകുപ്പ് മേധാവികളുമായിട്ട് സംസാരിച്ച് മുന്നോട്ട് പോകാനുള്ള. മൊത്തത്തിൽ ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾക്ക് എന്തെങ്കിലും ക്ഷാമം നേരിടുന്നുണ്ടോ? കാരണം കുറേ രോഗികൾ പറഞ്ഞു അവരോടൊക്കെ ഈ പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയുകയാണ്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ലല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട സംസാരിക്കാമല്ലോ. അപ്പോഴും ഈ കെട്ടിടത്തിൽ നിന്ന് ഈ രോഗികളെ അടക്കം മാറ്റുന്നതിൽ വലിയൊരു കാലതാമസം ഉണ്ടല്ലോ. നേരത്തെ തന്നെ അവരവിടെ നിന്ന് മാറ്റേണ്ടതായിരുന്നില്ല. ഇത്രയും അപകടം പിടിച്ചൊരു കെട്ടിടത്തിൽ രോഗികൾ കുറെ കാലം കൂടി കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. അതിൽ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2013 അതിനു മുമ്പോ ഉള്ള കെട്ടിടപണികളിലെല്ലാം നിങ്ങൾ തന്നെ പലപ്പോഴും മീഡിയയിൽ കണ്ടിട്ടുണ്ട്. ഓരോ ഭാഗം അടഞ്ഞു വീണു. ഈവൻ 2011 12 ഒരു ക്ലിപ്പിങ്ങിൽ കണ്ടിട്ടുണ്ട്. ഇത് അടഞ്ഞു വീണ് പരക്കുണ്ട്. ഞാൻ PG ആയിരുന്ന സമയത്ത്, ഞാൻ ഇവിടെ തന്നെയാണ് PG ചെയ്തത്, 93-96 അന്ന് തൊട്ട് പ്രശ്നങ്ങൾ കേൾക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മളുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ അടച്ചിട്ടിട്ട് ഒരു സർവീസും കൊടുക്കാതെ, നിങ്ങൾക്കറിയാം ആയിരക്കണക്കിന് രോഗികളെ എല്ലാ വർഷവും ഇവിടെ ചികിത്സിച്ച് ഭേദമാക്കി വിടുന്നതാണ്. ആ ഒരു സർവീസ് കംപ്ലീറ്റ് ഒരു ഓൾട്ടർനേറ്റ് അറേഞ്ച്മെൻറ്റില്ലാതെ നിർത്തുന്നതിനുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു പഠന റിപ്പോർട്ട് കിട്ടാതെ നമുക്കത് അടച്ചിടുക എന്നുള്ളത് അസാധ്യമായിരുന്നു. പക്ഷേ അതോടൊപ്പം ഓൾട്ടർനേറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്.